രണ്ടാമത്തെ കാര്യം, നിക്കാഹ് പള്ളിക്കകത്ത് വെച്ചിട്ട് നടത്തണം. കാരണം നിന്റെ വാപ്പായുമായി നിക്കാഹ് കഴിച്ചത് സ്വർഗത്തിൽ വെച്ച, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച്. ആദ്യത്തെ വിവാഹവും അവിടെയാണ് നടന്നത്, അവസാനത്തെ വിവാഹവും അവിടെയാണ് നടക്കുന്നത്. നീ ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫംഗ്ഷൻ നടത്തിക്കോ, കുഴപ്പമില്ല, നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം, നിക്കാഹ് കഴിഞ്ഞു, ഒരു മകനെ കിട്ടണം, മകളെ കിട്ടണം. ബെഡ്റൂമിനകത്തേക്ക് കിടക്കുമ്പോ ആദ്യം അള്ളാഹുവോട് പറയണം, പടച്ച റബ്ബേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ജീവിതം തുടങ്ങാൻ പോകുകയാ, ഒരു നല്ല മകനെയോ മകളെയോ തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ 12 മര്യാദ പാലിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 12 മര്യാദയുണ്ട്. ഞാൻ നിങ്ങൾ ആരെയും ബോറടിപ്പിക്കുന്നില്ല, കാരണം മണിയറയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ 12 ഒന്നും പാലിക്കാൻ പറ്റൂല. ഏറ്റവും കുറഞ്ഞത് 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ബിസ്മി പറഞ്ഞിട്ടേ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബന്ധപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ വാപ്പ മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, എന്തുവാടാ ശൈത്താന്റെ സ്വഭാവം കാണിക്കണേ? സ്വന്തം വാപ്പ തന്നെ മകനോട് ചോദിക്കാറുണ്ട്, നീ എന്തിനാണ് ശൈത്താന്റെ സ്വഭാവം കാണിക്കണേ? ഉമ്മ ചോദിക്കും, ശൈത്താന്റെ സ്വഭാവം എന്തേന്നറിയുമോ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിസ്മി പറയാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ കൂടെ കയറി കഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഴിക്കൂലേ? ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ കൂടെ കയറി കഴിക്കൂലേ? കഴിക്കുമോ ഇല്ലേ? നിങ്ങൾക്ക് എന്തേ പറയാണ്ട് ഒരു മടി? കഴിക്കോ ഇല്ലേ? കഴിക്കും. നീ ബിസ്മി പറയാതെ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ശൈത്താനും അവിടെ കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ മകനെ നോക്കിയിട്ട് ശൈത്താന്റെ മോനെ നീ വെച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? പിന്നെ മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നീ എന്താ ശൈത്താന്റെ സ്വഭാവം കാണിക്കണമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എരുതിയിൽ എണ്ണ ഒഴിച്ചതല്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 2 പ്രവാചകൻ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ അനുസരിച്ച് ചെയ്യണം. 3, പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല. അപ്പൊ 4ാമത്തെ കാര്യം ഇങ്ങനെയാണ് ഭാര്യയുമായി ബന്ധപ്പെടേണ്ടത്. അത് കഴിഞ്ഞു ഭാര്യ ഗർഭിണിയായി. തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടതെന്ന് അറിയും. അതും ഖുർആൻ പറയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് ഒരു ഭർത്താവ് അറിയുന്ന സമയം ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മളാണെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലായിരിക്കും ആദ്യം ഇടുന്നത്. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ആദ്യം ഫേസ്ബുക്കിൽ പരസ്യം ഇടും, ലോട്ടറി അടിച്ചെന്ന് പറയണ പോലെ. അല്ലെങ്കിൽ പിന്നെ പാർട്ടിക്ക് വേണ്ടിയാ തയ്യാറെടുക്കുക. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് നീ മനസ്സിലാകുമ്പോ ആദ്യം നീ പറയേണ്ടത് യദ്ഉ ലഹു ഔലാദൻ സ്വാലിഹ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നീ ദുആ ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ മറ്റാരോടെങ്കിലും നീ പറയുന്നതിന് മുമ്പ് നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കുഞ്ഞാക്കി തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അവിടെയാണ് നിർത്തിയത്. അപ്പൊ തന്നെ സമയം കഴിഞ്ഞു. ഇനി 6ാമത്തെ കാര്യം. ആ 5 കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ അവിടെ നിർത്തിയത്. ഇനി 6ാമത്തെ കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ഡോക്ടർ പറയും പിന്നെ റെസ്റ്റാണല്ലോ, എപ്പോഴും ഭാര്യ റെസ്റ്റാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് പ്രസവിച്ചതിന് ശേഷമല്ല. പ്രസവിച്ചതിന് ശേഷമല്ല. ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുന്നവരാണ്. 6ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും 6ാമത്തെ വയസ്സിൽ കാണാതെ പഠിച്ചു. അതിന്റെ അർത്ഥവും പഠിച്ചു. എങ്ങനെയാണ് പഠിച്ചത്? 6ാമത്തെ വയസ്സിൽ നമ്മുടെ മക്കളെ LKGയിലും UKGയിലും 1ാം ക്ലാസ്സിൽ പഠിക്കാൻ കൊണ്ടുവിടുന്ന സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും അതിന്റെ അർത്ഥവും പഠിക്കാൻ കാരണമെന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള ഉമ്മമാര് പണ്ട് പറയുമായിരുന്നു, ഗർഭിണികളായ പെണ്ണുങ്ങളോട് പറയും, നിങ്ങൾ ഖുർആൻ ഓതണേ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണേ, നിങ്ങൾ 5 നേരം നിസ്കരിക്കണേ, നിങ്ങൾ സ്വലാത്തും സലാമും പറയണേ, നിങ്ങൾ മൻകൂസ് മൗലിദ് ഓതണേ. ഗർഭിണികളായ പെണ്ണുങ്ങളോട് അവർ എപ്പോഴും പറയും, നല്ലത് മാത്രമേ ചെയ്യാവൂ. മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഉമ്മയുടെ വയറ്റിൽ കിടന്ന് ഖുർആൻ കേട്ട മകനാട്. ഉമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹുവേ
വിശുദ്ധമായ ഖുർആൻ കേട്ട മകനാ, ഉമ്മയുടെ വയറ്റിൽ കിടന്ന് ഖുർആൻ പഠിച്ച മകനാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലർക്കും ഇത് വിശ്വസിക്കാമല്ലാത്ത മടിയാകും. ഉസ്താദേ, വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞിനതിനെ ചിന്തിക്കാൻ കഴിവുണ്ടോ? അവനെ കാണുമോ? അവൻ അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നിനക്കാണ് തിരിയാത്തത്. പെണ്ണെ, നിനക്കാണ് തിരിയാത്തത്. പാപ്പാ, നിനക്കാ തിരിയാത്തത്. നിന്റെ വയറിനകത്ത് കിടക്കുന്ന ചോര കുഞ്ഞിന് എല്ലാം തിരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ പിന്നെ ചുമ്മാതെ ഇരിക്കുമ്പോ മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. മൊബൈൽ എടുത്ത് വാട്സപ്പും ഫേസ്ബുക്കുമായി ചാറ്റിംഗ് ഇങ്ങനെ കഴിയുക. അതുകൊണ്ടാണ് സഹോദര, നിന്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് തോളി വെക്കുമ്പോ നിന്റെ പൊക്കറ്റിൽ നിന്ന് നിന്റെ കുഞ്ഞു ഫോൺ ബുക്ക. 1.5 വയസ്സ് നോക്കീമാ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ച് താരാട്ട് പാടിയാലും കുഞ്ഞുറങ്ങും. ഏതൊരു ബുദ്ധിയുള്ള കുഞ്ഞാകട്ടെ, ബുദ്ധിയില്ലാത്ത കുഞ്ഞാകട്ടെ, ഏതൊരു ചോര കുഞ്ഞ് കരയുമ്പോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടിയാൽ, ഇങ്ങനെ കയ്യിൽ വെച്ച് ആട്ടാറുണ്ടല്ലോ. ഇവിടെ എന്തോ പറയുന്ന എനിക്കറിയില്ല, അതെന്താ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഒരു ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയ കുഞ്ഞിന്റെ കരച്ചില് മാറൂലേ? മാറുവോ ഇല്ലേ? നിങ്ങൾ പറ മനുഷ്യന്മാരെ, മാറോ ഇല്ലേ? മാറും. ഇത് ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? മലക്ക് വന്ന് പഠിപ്പിച്ചു കൊടുത്തോ? അല്ലെങ്കിൽ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തോ? വാപ്പ പഠിപ്പിച്ചു കൊടുത്തോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാര് പഠിപ്പിച്ചു കൊടുത്തോ? ഇല്ല. ഏത് കുഞ്ഞിനെ എടുത്ത് കൈ വെച്ച് താരാട്ട് പാടിയാലും കുഞ്ഞുറങ്ങും. ഈ അറിവ് എവിടെ നിന്നാ പഠിച്ചെന്നറിയും? ഈ ഇൽമ പഠിച്ചത് എവിടെ നിന്നറിയും? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയുടെ ഗർഭാശയത്തിനകത്ത് വെള്ളത്തിനകത്ത് കിടന്നിട്ട് ഈ ചങ്ങാതി ഇങ്ങനെ ആടി ആടി പഠിച്ചിട്ടുണ്ട്. ഗർഭിണി നടക്കുമ്പോ ഈ വയറിനകത്ത് കിടന്ന് ഇങ്ങനെ ആടി ആടി പഠിക്ക. പെണ്ണ് തിരിഞ്ഞു കിടക്കുമ്പോ, മറിഞ്ഞു കിടക്കുമ്പോ ഈ ചങ്ങാതി വയറ്റി കിടന്ന് ഇങ്ങനെ ആടി ആടി സുഖിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉമ്മ കയ്യിൽ വെച്ച് താരാട്ട് പാടുമ്പോ കുഞ്ഞുറങ്ങുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു